പത്തനംതിട്ട ജില്ല ഒരു കാലത്ത് ലോക തീർത്ഥാടന ടൂറിസത്തിന് നെറുകയിലെത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് യൂട്യൂബിൽ അത് പറയുമ്പോൾ അത് കേട്ടിട്ടുള്ളവർക്ക് അതൊരു അതിശോക്തിയായി തോന്നാം. എങ്കിലും കാലഘട്ടങ്ങൾ അനുസരിച്ച് പത്തനംതിട്ടയിലെ തീർത്ഥാടന ടൂറിസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ അതിമനോഹരമായ കമാനം വെച്ചിരിക്കുന്ന ഇളകൊള്ളൂറുള്ള പത്തനംതിട്ട ജില്ലയിലെ ഇളകൊള്ളുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ മനോഹരമായ കമാനം വെച്ചിരിക്കുന്നത്. ഈ കമാനം വെച്ചിരിക്കുന്നത് അതിരാത്രം യാഗശാലയ്ക്ക് സമീപമാണ്. സംഹിത ഫൗണ്ടേഷനാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. ഈ മനോഹരമായ കമാനം ഈ അതിരാത്രത്തിൻ്റെ പല രഹസ്യ സൂതങ്ങളിലേക്കും നമ്മളെ അറിയാതെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. ആദിമ കാലത്തെ ഗുരുശിഷ്യ ബന്ധവും അതുപോലെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സംവാദവും ഇതെല്ലാം മനോഹരമായി ഈ കമാന ചിത്രീകരണത്തിൽ കൂടി വർണ്ണിച്ചിരിക്കുന്നു. ഏതൊരു മനുഷ്യനും ഈ കമാന ചിത്രം കാണുമ്പോൾ തന്നെ അല്പനേരം നിന്ന് അതിലേക്ക് ദൃഷ്ടി ഉയർത്തി നോക്കി ആസ്വദിച്ചിട്ടല്ലാതെ പോകുവാൻ സാധിക്കുകയില്ല. ഇത് തീർച്ചയായിട്ടും നമ്മുടെ സാംസ്കാരിക തനിമ കാലഘട്ടം കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വലിയ സംഭവമായി തന്നെ പറയാം. ഇതിൻ്റെ ചിത്രീകരണം നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിഗംഭീരമായ ഇടിയും മിന്നലും മഴയും ഒക്കെ അന്തരീക്ഷത്തിനെ ഇതിന് തണുപ്പിക്കുകയും അത് ഒരു പ്രത്യേക സൗന്ദര്യഭാവത്തിലെത്തുകയും ചെയ്തു. ഇതെല്ലാം അതിരാത്രത്തിൻ്റെ തുടക്കത്തിന് ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണെന്നും ഞാൻ കരുതുന്നു. ഈ കാഴ്ചകളൊക്കെ പകർത്തി പോകുമ്പോൾ നമ്മളുടെ തീർത്ഥാടന ടൂറിസം ഒരു മനോഹരമായ പാതയിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തോടുകൂടി അതിരാത്രത്തിൻ്റെ ആദ്യ കാഴ്ചകൾ കാണുവാൻ ഞാനും കാത്തിരിക്കുന്നു.